ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ ആദ്യമുള്ള പരിപാടികൾ ചെയ്യുവാണ്. നമ്മൾ ഈ സ്റ്റാൻഡ് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുവാണ്. നമ്മൾ പതിവുപോലെ ചോറ് വെക്കാനായിട്ട് അരി കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ 3-4 പ്രാവശ്യം അരി ഇങ്ങനെ കഴുകിയെടുക്കാറുണ്ട്. ഞാൻ ഒരു നാഴി അരിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചാണ് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നത്. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ഉച്ചയ്ക്കുള്ള ചോറ് ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം കൂടി ഞാനങ്ങ് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ജോലിയൊക്കെ കഴിയുമല്ലോ. കൊഴുക്കട്ടയ്ക്കുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരിപ്പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി പൊടി നനയ്ക്കാനായിട്ട് തുടങ്ങാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടിൻ്റെ ആക്കം ഒന്ന് കുറയുന്നത് വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമായിരുന്നു. അത് മാവിൽ നനയ്ക്കുന്നതിന് മുമ്പ് ഒഴിക്കേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അടുപ്പിലേക്ക് ഇടാം. നമ്മൾ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ ആവി വന്നപ്പോൾ അതിന് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവി വന്നതിന് ശേഷമാണ് ചോറ് വെക്കുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അരി കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടായ വെള്ളം കുറച്ചെടുത്ത് ഇത് ഒന്നും കൂടി കഴുകണം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. അരിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിലേക്ക് ഇടാം. അരിയൊക്കെ അടുപ്പിലാക്കി ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം. നല്ല കട്ടി ശർക്കര തിരിഞ്ഞ് എടുക്കാൻ ഭയങ്കര പാട്.
ഏറ്റവും മടിയുള്ളൊരു പണിയാണിത്. ശർക്കരയും തേങ്ങയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. തണുപ്പായ കാരണം ഒരു ജലദോഷത്തിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീറ്റുന്നത്. ഇപ്പോൾ എത്ര ചെറുതായിട്ട് ഉരുട്ടിയാലും ഈ ഫില്ലിങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും വലിയ കൊഴുക്കട്ടയായിട്ട് വരും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായക്ക് കൂടി അങ്ങ് വെക്കുന്നുണ്ട്. ഇവിടെ രാവിലെ ഒരു ചായ പതിവുള്ളതാണ്. കലത്തിലെ അരി തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. സ്റ്റൗവിലേക്ക് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ടയ്ക്കുള്ള മാവൊക്കെ ഉരുട്ടി എടുത്ത് വന്നിട്ടുണ്ട്. ചായ റെഡിയായി. ഇനി ഒരു ചായ കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ബാക്കി വെക്കാം. ഇവിടെ എല്ലാവർക്കും കൊഴുക്കട്ട ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കൊഴുക്കട്ട എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വേവിക്കാം. ഇനി ചോറിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചമ്മന്തി അരച്ചെടുത്തിട്ട് വരാം. വളരെ കുറച്ച് ചമ്മന്തി മാത്രം മതി. ഇവിടെ ചമ്മന്തി മസ്റ്റാണ്, എന്നാൽ വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് കുറച്ച് ചമ്മന്തി അരയ്ക്കുന്നത്. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ കുറച്ച് ചമ്മന്തിയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് ചോറ് വാർക്കാനായിട്ട് നോക്കാം. ചോറ് വെന്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുക. ഇനി ഈ ചോറിലേക്ക് കുറച്ച് നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി വേണം ചോറ് വാർത്തെടുക്കാൻ. വേവ് അധികമായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വാർത്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വാർത്തെടുക്കാം. ചോറ് വാർക്കാൻ നേരത്ത് ഈ റബ്ബർ ട്യൂബ് ഊരി മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ചോറിലുള്ള വെള്ളം മുഴുവൻ വാർന്നു പോകുകയുള്ളൂ. ഇനി ഇങ്ങനെ കിടന്ന് ഈ വെള്ളം മുഴുവൻ വാർന്നു പൊക്കോളും. ഒരിക്കലും ചോറ് വാർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എപ്പോഴും നോർമൽ വാട്ടർ മാത്രം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ആകുമ്പോൾ ചോറ് ഒന്നുകൂടെ കുഴയാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ കൊഴുക്കട്ട എന്തായെന്നൊന്ന് നോക്കാം.
കൊഴുക്കട്ട നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനിടയ്ക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കി. ഇനി വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മീൻകറി, മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് അതുകൊണ്ടൊക്കെ ചോറ് കൊണ്ടുപോകും. നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച ചോറാണിത്. ചോറൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. പശയൊന്നും ഇല്ലാത്ത, ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറാണ്. പ്രഷർ കുക്കറിൽ ചോറ് വെക്കുന്നവർ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.